സാധാരണക്കാരന് തോന്നാവുന്ന ഗൃഹനിർമ്മാണ സംബന്ധമായ സംശയങ്ങൾക്ക് കിറുകൃത്യമുള്ള ഉത്തരങ്ങളുമായി എത്തുന്നു വിദഗ്ധർ. കാണാം ഏകജാലകം. ഇന്റീരിയർ ഡിസൈൻ. എന്താണ് വിനീർ? ലാമിനേറ്റ്സുമായി വിനീറിനുള്ള വ്യത്യാസം എന്താണ്? അകത്തളങ്ങളിൽ നാച്ചുറൽ വുഡ് കഴിഞ്ഞാൽ പ്രധാനമായും വെനീർ ഫിനിഷിലോ ലാമിനേറ്റ് ഫിനിഷിലോ തീർത്ത ഫർണിച്ചറുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് പ്ലൈവുഡിൻ്റെയോ MDFിൻ്റെയോ മുകളിൽ ലാമിനേറ്റ്സോ വെനീറോ പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഫർണിച്ചറുകളാക്കി മാറ്റുകയാണ് പതിവ്. വെനീർ അഥവാ OST എന്നത് മരത്തടിയിൽ ചെറിയ കനത്തിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ഷീറ്റുകളാണ്. ഇങ്ങനെ 1 mm കനത്തിൽ മരത്തടിയിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ഷീറ്റുകൾ 3 mm കനത്തിലുള്ള പ്ലൈവുഡിൽ ഒട്ടിച്ചതിന് ശേഷം 4 mm കനത്തിലുള്ള ഷീറ്റുകളായിട്ടായിരിക്കും വെനീർ മാർക്കറ്റിൽ ലഭ്യമാവുക. വുഡൻ ഫിനിഷിൽ തീർത്ത ഫർണിച്ചറുകൾക്കാണ് വെനീർ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്ലൈവുഡിൽ വെനീർ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഉണ്ടാക്കുന്ന ഫർണിച്ചറുകളും മരത്തടിയിൽ തീർക്കുന്ന ഫർണിച്ചറുകളും തമ്മിൽ കാര്യമായ വ്യത്യാസം കാഴ്ചയിൽ ഉണ്ടായിരിക്കുകയുമില്ല. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വെനീറിന് മുകളിൽ പോളിഷ് വർക്ക് ചെയ്യണം എന്നതാണ്. വിവിധ തരം മരങ്ങളുടെ വെനീറുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിന് സ്ക്വയർ ഫീറ്റിന് 60 രൂപ മുതൽ മുകളിലോട്ട് ചെലവും പ്രതീക്ഷിക്കാം. പ്രത്യേകതരം പേപ്പറുകൾ, ഡെക്കറേറ്റീവ് പേപ്പറുകളും ക്രാഫ്റ്റ് പേപ്പറുകളും ഒരുമിച്ച് മെഷീനിലൂടെ ഒട്ടിച്ചെടുക്കുന്ന ഷീറ്റിനെയാണ് ലാമിനേറ്റ്സ് എന്ന് പറയുന്നത്. പ്രധാനമായും ലാമിനേറ്റ്സ് ഉപയോഗിക്കുന്നത് വെനീറിന് പകരമാണ്.